അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവല്ല, അനേകായിരം തെളിവുകളുണ്ട്. എന്തൊരു കാര്യമുണ്ടോ അതിനു പിന്നിലൊരു കാരണമുണ്ട് എന്നത് മനുഷ്യർ ശാസ്ത്രജ്ഞനാകാതെ പഠിച്ചെടുത്ത കാര്യമാണ്. ഒരു ശാസ്ത്രജ്ഞനാകേണ്ട കാര്യമില്ല, എന്തിനവന് ബുദ്ധി വെക്കേണ്ടത് പോലുമില്ല. ഒരു കുട്ടി ജനിച്ചു എന്ന് നിങ്ങൾ കരുതി, ഒരു ചെറിയ കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന്റെ പിറകിൽ നിന്ന് നിങ്ങളൊന്ന് കൈകൊട്ടി നോക്കൂ, ഒന്ന് ശബ്ദമുണ്ടാക്കി നോക്കൂ. ആ കുട്ടി തിരിഞ്ഞു നോക്കും. അതിനറിയാം ഒരു ശബ്ദം ഈ പ്രപഞ്ചത്തിൽ വെറുതെ ഉണ്ടാവുകയില്ല എന്ന്. ഒരു പ്രവൃത്തിയുണ്ടോ അതിനു പിന്നിലൊരു പ്രവൃത്തി ചെയ്യുന്നവനുണ്ടാകും. സഹോദരങ്ങളെ, ചിന്തിക്കുക. നാം ഈ ജീവിക്കുന്ന പ്രപഞ്ചം അല്ലാഹു ഉണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ആകാശഭൂമികൾ ഇവിടെയുണ്ട് എന്നത്, നീ ഇവിടെ ഉണ്ട് എന്നത്, നിനക്ക് കണ്ണുകൾ നൽകപ്പെട്ടിരിക്കുന്നു എന്നത്, കാതുണ്ട് എന്നത്, മനുഷ്യരുണ്ട് എന്നത്, മൃഗങ്ങളുണ്ട് എന്നത്, പക്ഷികളുണ്ട് എന്നത്, വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ സൃഷ്ടിപ്പുകളുണ്ട് എന്നത്, അല്ലാഹു ഉണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിച്ചത്, ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്നാണ് അവർ പടക്കപ്പെട്ടത്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അതല്ല, ഇനി അവർ തന്നെയാണോ അവരെ പടച്ചത്? അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ? എങ്ങനെയാണ് മനുഷ്യരത് പറയാൻ കഴിയുക? അം ഖലഖുസ് സമാവാതി വൽ അർദ ബൽ ലാ യൂഖിനൂൻ. അവർക്ക് മുകളിൽ ആകാശവിധാനമായി കിടക്കുന്ന നക്ഷത്രങ്ങൾ, സൂര്യൻ, ഈ കാണുന്ന പ്രപഞ്ചം. മനുഷ്യരെ, മുകളിലേക്ക് നോക്കുക, എന്തു വലിയ ആകാശമുണ്ട്. അം ഖലഖുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമിയെയും അവരാണോ പടച്ചത്? ബൽ ലാ യൂഖിനൂൻ. എന്നാൽ അവർ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല, ദൃഢവിശ്വാസമില്ലാത്തവരാണ് അവർ.